വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെയ്ക്ക വ്ളോഗ്. ഇന്നത്തെ ഒരു വീഡിയോ പറയുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒരു പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഗൈസ് നമ്മൾ 333 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഗൈസ്. വളരെ താങ്ക് യു ഉണ്ട് ഗൈസ്. പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ വീഡിയോയും പോയി കാണുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഈദ് ഷോപ്പിംഗ് കോഴിക്കോട്. ഈദ് ഷോപ്പിംഗ് വീഡിയോ ആണ്, നല്ല പവറിലാണ് ഗൈസ് ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോകാൻ പോവാണ്. അപ്പം ബസ്സിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ പോകാം. ബസ് ഇറങ്ങിയിട്ടുണ്ട്. ബസ് ഇറങ്ങിട്ടോ ഗൈസ്. നമ്മൾ കുറേ നേരം ബസ്സിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അടത്തിയപ്പോഴൊക്കെ വാങ്ങൊക്കെ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. 6:30 അടത്തിയത്. അങ്ങനെ നമ്മൾ സ്റ്റേറ്റിലെത്തി. തിരക്ക് കുറച്ചുള്ളായിരുന്നു. ഞങ്ങൾ നോമ്പ് തുറന്നിട്ടുണ്ട്. നമ്മൾ നോമ്പ് തുറന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ തിന്നു. ഗൈസ് നമ്മൾ എനിക്ക് വേണ്ടി ഡ്രസ്സൊക്കെ നോക്കാൻ പോകണം. നമുക്ക് നേരെ അങ്ങനെ ചായ അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവിടെ കയറിയിട്ട് അതാണ് ഗൈസ് കോമഡി പാർട്ടാണ്. അവിടെ കയറി ഞങ്ങൾ പറഞ്ഞ ചായ പോലെ പറഞ്ഞ ചായ കൊണ്ടുപോയില്ല. ലാസ്റ്റ് നമ്മൾ അവിടെ മോറായി ഇറങ്ങി. ഗൈസ് കിട്ടിയിട്ടൊന്നുമില്ല. എൻ്റെ എടുക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ചോദിക്കാണ്ട് ഒരു ഗ്രീനും വൈറ്റോ ഏതെങ്കിലും ഒരു കളർ ഗ്രീനും ഒരു ഇങ്ങനത്തെ ഒരു ഡ്രസ്സുമാണ് നോക്കുന്നത്. കിട്ടുന്നില്ല, കിട്ടിയില്ല ഗൈസ്. ഒന്ന് നോക്കാം. അങ്ങനെ ഗൈസ് എനിക്ക് അവിടെ നിന്ന് ഇഷ്ടമായില്ല. എന്തോ നല്ല കളക്ഷൻ ഇല്ല. ഇന്ന് അവിടെ നിന്ന് ആരുമില്ല പിടിയിടുന്നു. അങ്ങനെ നമ്മൾ വേറെ ഷോപ്പിലേക്ക് കയറി. ഇനി അവിടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ശരിക്കുള്ള പറ്റിയൊന്നും അങ്ങനത്തെ കളക്ഷൻസ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ വേറെ ഷോപ്പിലേക്ക് കയറി. അവിടെ നമ്മൾ ഡ്രസ്സൊക്കെ അവർക്ക് കയറിയില്ല. ആ ഷോപ്പിൽ നമ്മൾ ഡ്രസ്സ് നോക്കി. പിന്നെ നമ്മൾ വേറെ ഷോപ്പിലേക്ക് പോയിട്ട് അങ്ങനെ അവിടെ നിന്ന് എനിക്ക് സെറ്റായിട്ടുണ്ടായിരുന്നു. എനിക്ക് അടിപൊളി ഡ്രസ്സ് കിട്ടി. ഇപ്പോൾ ഗൈസ് വിശന്നിട്ട് വളർന്ന് പോയി ഗൈസ്. ഞാൻ അത് കുറേ നിന്നല്ലോ നിന്ന് കുറേ ഡ്രസ്സ് എടുത്തു. പിന്നെ അതിനിപ്പോൾ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ സന്തോഷമായി. അങ്ങനെ നമ്മൾ ഒരു ഇതിലേക്ക് കയറി, ഹോട്ടലിലേക്ക് കയറി അവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് തന്നെ പോയിട്ട് കൈ കേൾക്കുകയാണ് ഗൈസ്. കൈ കേൾക്കുന്നൊന്നും കാട്ടുന്നില്ല. ഞാനാണെങ്കിൽ ഈ ഭാഗത്തേക്ക് അല്ല ശ്രദ്ധിക്കും. ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. വെള്ളം വന്നിട്ടുണ്ട്. Man massage dosana. Apa dah macam ni? Nafta. Kemus tu. Guys, mana massage dosana ada tu. ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. വയ്ക്കാനുള്ള ഇനി അടുത്തത് എനിക്ക് ചെരുപ്പ് എടുക്കാനുണ്ട്. പിന്നെ ഞാൻ നോക്കുന്നത്. പിന്നെ എനിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡ് നല്ലൊരു ഫുഡായിരുന്നു. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഏതായാലും എനിക്ക് ചെരുപ്പോ അല്ലെങ്കിൽ ചെരുപ്പ് അയക്കില്ല. ചെരുപ്പ് അയക്കാൻ പറഞ്ഞു. ഡ്രസ്സ് ഞാൻ കാട്ടുന്നില്ല. പിന്നെ ചെരുപ്പ് എന്തെങ്കിലും അപ്പം എൻ്റെ കാത്തൻ്റെ എടുക്കുന്നുണ്ട്. അപ്പം ഗൈസ് എൻ്റെ താത്തക്ക് ഡ്രസ്സ് എടുക്കുകയാണ്. അവിടെ ഒരു ടോപ്പ്, ഒരു എന്താ പറയുക ഒപ്പം പുതിയ മോഡൽ ടോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മേസമാണ് ഗൈസ്. നമ്മൾ എൻ്റെ ഇക്കാക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതാണ്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഗൈസ്. ഇതിന് പേരെടുത്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിൻ്റെ പേരൊക്കെയൊന്നും നമ്മൾ പോകുമ്പോൾ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അവന് തിരിയാൻ പോകുന്നു. കുറച്ച് ഇരിക്കുകയാണ്. നമ്മൾ എൻ്റെതും എൻ്റെ താത്തൻ്റെയും പേനും. അപ്പം ഗൈസ് നമ്മുടെ ക്യാമറമാൻ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡ്രസ്സിങ് റൂമിലേക്ക് പോകും, കുറച്ച് നോക്കും. പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ എടുക്കുകയും എനിക്ക് വേറെ പണിയില്ല. അപ്പോൾ ഗൈസ് ഞാൻ അവിടുത്തെ ഓണറായി. എന്തൊക്കെയാണ് വേണ്ടത് ഇന്ന് വാങ്ങും ഗൈസ്. അങ്ങനെയാണ് കുറച്ച് വീട്ടിൽ നിന്ന് ഇടാൻ ബനിയൻസൊക്കെ നോക്കുകയാണ്. 100 rupees അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം ക്വാളിറ്റി കുറവായിരിക്കും, എന്നാലും വാങ്ങണം. ആൻഡ് പെരുന്നാളിൻ്റെ അന്ന് ഇടാൻ, പെരുന്നാളിൻ്റെ അന്ന് നല്ല കുളിച്ചിട്ടില്ലേ. അങ്ങനെ ഗൈസ് ഞാൻ ടയേർഡായിട്ട് ഇങ്ങനെ ക്യാമറമാൻ പറയും ഇങ്ങോട്ട് നോക്ക്. എനിക്ക് ഇടയ്ക്ക് തലയ്ക്ക് വേദന, കാല് മെയിനായിട്ട് വേണം. അപ്പം ഞാൻ ചുറ്റി തിരിഞ്ഞിട്ടേ പിന്നെ കുറേ നേരം നിന്നു. അങ്ങനെ ഈ
ഉമ്മച്ചി പറഞ്ഞത് നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സ് സെറ്റായിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിക്ക് എടുത്തില്ലായിരുന്നു. ഉമ്മച്ചിക്ക് നമ്മൾ സെക്കൻഡ് പാർട്ടിയിലാണ് എടുക്കുന്നത്. അതൊന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് ചെരുപ്പ് കിട്ടിയിട്ടില്ലായിരുന്നു. ചെരുപ്പ് അങ്ങനെ തിരിഞ്ഞ് നോക്കുക. അവിടെ ഇടം ഉണ്ടാവും. എല്ലാ ഷോപ്പും ഊട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സമയം ഒരു 11, 11:30, 12 മണി ആകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇങ്ങനെ ചെരുപ്പ് നോക്കുക. അവിടെ നിന്നൊക്കെ നല്ല റൈറ്റ് കേസ്. പക്ഷേ എന്നാലും അവിടെ ആ ഷോപ്പിൽ നല്ല റൈറ്റ് ആയിരുന്നു. ഞാൻ മെല്ലെ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ കഴിച്ച് നമ്മൾ ക്യാമറ കാരണം ഇപ്പൊക്കെ ഒന്നും ചെരുപ്പൊക്കെ ആണെന്നൊന്നും എനിക്കിഷ്ടമായില്ല. അപ്പൊക്കെ ഇഷ്ടമായില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് സ്റ്റാൻഡിലെത്തി. സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്ത് നിങ്ങളിപ്പോൾ അറിയണ്ട. കുറേ നേരം വെയിറ്റ് ചെയ്ത് അവിടെ നിന്നാണ് ഇങ്ങനെ നിൽക്കുകയും കുറേ ആൾക്കാർ ഇങ്ങോട്ടാണ് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അല്ല, ബസ്സിന് വേണ്ടി. കയറി കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ സമയത്ത് 1 മണി ആവാനായിട്ടുണ്ട്. ഇപ്പം 12:40 ആയിട്ടുണ്ട് ഗൈസ്. കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പം നമുക്ക് എൻ്റെ അടിപൊളി ബസ്സായിട്ട് കുറേ സീറ്റുണ്ട്. അപ്പം നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഇന്ന് നമ്മൾ ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ്. പോകാം. ഇന്നലെ നമ്മൾ രാത്രിയായപ്പം നമ്മുടെ ഫേസൊക്കെ ഡള്ളായി ഭയങ്കര തലവേദനയൊക്കെ എടുത്ത് കാലവേദനയൊക്കെ എടുക്കാൻ വേഗം പോയി കിടന്നു. അപ്പോൾ ഡേ 2 ആണിന്ന്. അപ്പം നാളെയാണ് പെരുന്നാൾ. എല്ലാവരും എക്സൈറ്റഡ് ആണ്. പിന്നെ കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങിയാൽ ഒക്കെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ. ഇപ്പോൾ ഗൈസ് ലിപ് ലൈനറും പിന്നെ ഐബ്രോ പെൻസിലും കൂടിയാണ് വാങ്ങിയത്. പിന്നെ ഒരു ബിഗ് ബി അല്ല അറബി റെഡ് ആണ്, സോറി കേട്ടോ. പിന്നെ ഒരു ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക്, പിന്നെ 2 ഉമ്മക്കുള്ള വള, പിന്നെ എൻ്റെ താത്തക്കുള്ള മോതിരം, എനിക്കുള്ള മോതിരം, പിന്നെ എനിക്കുള്ള വള, എൻ്റെ താത്തക്കുള്ള എന്താ പറയുക ബ്രേസ്ലെറ്റ്, പിന്നെ എനിക്ക് താത്തക്കുള്ള നമ്മുടെ ടിക്. പിന്നെ നമ്മുടെ ഇതുണ്ട്, ഇത് കമ്മൽ, പിന്നെ ഒരു വൈറ്റ് ടോൺ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര സാധനമൊക്കെ നമ്മൾ സിമ്പിളായിട്ട് വാങ്ങിയിട്ടുള്ളൂ. നല്ല റൈറ്റുള്ള സാധനങ്ങളാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുണ്ടോ അല്ലെങ്കിൽ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്തൊരു ഈ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.